കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ച് ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ച കേസിൽ മാനൂർ സ്വദേശിയായ അബ്ദുൽ ലത്തീഫും ബസ് ജീവനക്കാരും തമ്മിൽ ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാവുകയും അതിനെ തുടർന്ന് കയ്യാങ്കളിയാവുകയും അതിനിടെ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ബസിന്റെ മുമ്പിൽ നിന്നും ആളെ കയറ്റി എന്നതിനാലാണ് സ്വകാര്യ ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അബ്ദുൽ ലത്തീഫ് തന്റെ സ്വന്തം സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും തന്റെ ഓട്ടോ ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് അബ്ദുൽ ലത്തീഫ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ബസ് ജീവനക്കാരായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. അബ്ദുൽ ലത്തീഫ് ഓട്ടോയിൽ ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നത് ബസ് ജീവനക്കാർ തടഞ്ഞ് ചോദ്യം ചെയ്യുകയും അത് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. മരിച്ച അബ്ദുൽ ലത്തീഫിന്റെ കഴുത്തിൽ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. അബ്ദുൽ ലത്തീഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റ് ടെൻഷൻ കൂടിയത് ഹൃദയാഘാതത്തിന് കാരണമായി. വണ്ടി ബസിന്റെ ആൾക്കാരെ ഇറങ്ങിയിട്ട് മൂപ്പരെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ അവിടെ അടിപിടി ഉണ്ടായി. വിലം കിട്ടു അങ്ങനെ അടിപിടി ഉണ്ടായ. പക്ഷെ അവര് അങ്ങനെ കച്ചറക്ക് പോകേണ്ട ടീം ആളൊന്നുമല്ല. നല്ലൊരു ഇന്ന് രാവിലെ തന്നെ അവിടെ സ്റ്റാൻഡിൽ വന്ന ആളാണ്. പാവപ്പെട്ട ആളാണ്. എന്താ ചെയ്യാ, നമ്മളും ജീവിക്കാൻ വേണ്ടി ഓട്ടോ ഓടിക്കേണ്ടത്. ഞാനൊരു ഡ്രൈവറാണ്, ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് അവര് ബസ് എല്ലാ ടൈമിലും ഇത് തന്നെ ചെയ്യല്. അവര് ബസ് ബ്ലോക്ക് ഇട്ട് കാരണം പതിവായിട്ട് ബ്ലോക്ക് ഇടാറുണ്ട്. അങ്ങനെ ആളുകളെ കയറ്റി പല ആൾക്കാരും ഒരു ബ്ലോക്ക് ഇടായിരുന്നു. അവൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് ശരിക്കും വരികയാണെങ്കിൽ ഇവിടുത്തെ നിയമം തന്നിട്ടുള്ളത് 2.5 കിലോമീറ്ററിന് മടക്ക ചാർജ് 10 രൂപ എല്ലാ ഓട്ടോറിക്ഷകളും വാങ്ങാന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ 2.5 കിലോമീറ്ററിൽ എവിടെ നിന്ന് വന്നാലും ഞങ്ങൾ എടുക്കും. അത് സർക്കാർ തന്നൊരു നിയമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിയത്. ഇദ്ദേഹം ഈ മരിച്ച ഇദ്ദേഹം ഇന്ന് കോടൂരിൽ നിന്ന് വരുമ്പോൾ വേറെ സ്റ്റോപ്പ് അല്ല, വടക്കേമണ്ണ ഇറക്കത്തുനിന്ന് 2 ആളെ മടക്കം കയറ്റി. അവിടെയാണ് ഈ തർക്കമുണ്ടായത്, അടിപിടി കലാശിച്ചത്. അങ്ങനെ അദ്ദേഹം ഈ ചാനലിൽ നേരിട്ട് എല്ലാവരും കാണുന്നുണ്ടാവില്ലത്. അദ്ദേഹം നേരെ വാനെടുത്ത് അഡ്മിറ്റാൻ വേണ്ടി ഈ ഹോസ്പിറ്റലിൽ വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേട്ടത്, നിങ്ങൾ കേസ് കൊടുക്കണേ. അങ്ങനെ അദ്ദേഹം സ്വയം ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. പിന്നെ നമ്മൾ കേട്ടത് ഇവിടുന്ന് മരിച്ചു എന്നുള്ളതാണ്. വേറെ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളെ കൂടെ എന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓടുന്ന ഒരാളാണ്. എന്റെ സ്റ്റാൻഡിൽ തന്നെയാണ്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്.